വിഴിഞ്ഞം പദ്ധതിയുടെ പിതാവ് ഉമ്മൻചാണ്ടിയാണെന്നും കോൺഗ്രസും UDF-ഉമാണ് അത് കൊണ്ടുവന്നതെന്ന് UDF പ്രവർത്തകരും, എന്നാൽ കല്ലിട്ടാൽ തുറമുഖമാവില്ലെന്നും ഇച്ഛാശക്തി കൊണ്ടും ഫണ്ട് അനുവദിക്കൽ കൊണ്ടും തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് പിണറായി വിജയനാണെന്ന് CPM-ഉം LDF-ഉം പറയുമ്പോൾ, ഉമ്മൻചാണ്ടിക്കും മുൻപ് VS അച്യുതാനന്ദനും തുറമുഖത്തിനായി മുൻകൈയെടുത്തിട്ടുണ്ടെന്നും ഇന്ന് സോഷ്യൽ മീഡിയയിൽ തർക്കം നടക്കുമ്പോൾ, പിണറായിക്കും ഉമ്മൻചാണ്ടിക്കും അച്യുതാനന്ദനും മുൻപുള്ള ഗവൺമെന്റുകൾ നടത്തിയ ഇടപെടലുകൾ നാം കാണാതെ പോകരുത്. ഓരോ കാലഘട്ടത്തിലുമുള്ള ഗവൺമെന്റുകളുടെ പങ്കെന്താണെന്നാണ് നാം പരിശോധിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ ആദ്യമോർക്കേണ്ട പേരുകൾ K. കരുണാകരന്റെയും അന്നത്തെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന MV രാഘവന്റേതുമാണ്. ഒരുപക്ഷെ MV രാഘവൻ ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ, അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ നെടുസ്ഥാനീയനോ മറ്റോ ഒക്കെ ആയിരുന്നുവെങ്കിൽ, കേരളത്തിന്റെ മുഖഛായ തന്നെ മാറുന്ന പദ്ധതികൾ നടപ്പിലാക്കുമായിരുന്നു എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നവർ ഏറെയാണ്. 1991-ൽ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കുന്നതിനെ കുറിച്ചുള്ള ആദ്യമായ ചർച്ചകൾ കടന്നു വരുന്നത്. അതുവഴി ഇതിൻ്റെ ഭാഗമായി ഒരു പത്തേമാരിയിൽ വിഴിഞ്ഞത്ത് ചരക്കിറക്കുകയും ചെയ്തു. ഈ സാധ്യത കണ്ട് മനസ്സിലാക്കിയ MV രാഘവൻ ഈ സാധ്യതയുമായി ബന്ധപ്പെട്ട കൂടുതൽ പഠനങ്ങൾ നടത്തുകയാണ്. അതുവഴി സ്വകാര്യ വ്യക്തികളെ കൂടി പങ്കെടുപ്പിച്ച് പദ്ധതി നടപ്പിലാക്കുവാനുള്ള ആശയമായിരുന്നു അന്ന് MV രാഘവൻ മുന്നോട്ട് വെച്ചത്. രാജ്യത്ത് തന്നെ അത്തരം ചർച്ചകൾ നടക്കുന്നതിൻ്റെ ആദ്യ കാലഘട്ടം കൂടിയായിരുന്നു അത് എന്നത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. MV രാഘവൻ അത്തരത്തിൽ ചിന്തിച്ചത് അന്ന് വലിയ എതിർപ്പുകൾ നേരിട്ടെങ്കിലും അന്ന് എതിർത്തവർ തന്നെ ഇന്ന് കപ്പലിറക്കിയപ്പോൾ ഇതേ പോളിസിയിൽ തന്നെ നിന്ന് എന്നതും നമ്മൾ അറിയാതെ പോകരുത്. BOT അഥവാ ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ എന്ന ഒരു പദ്ധതി നിർമ്മിച്ച് നടപ്പിലാക്കി വിതരണം ചെയ്യുക എന്നതാണ് ആ പദ്ധതിയുടെ ഉള്ളടക്കം. ഇതിൻ്റെ ഭാഗമായി കുമാർ ഗ്രൂപ്പ് എന്ന കമ്പനിയുമായി K. കരുണാകരൻ 1995-ൽ ധാരണാപത്രം ഒപ്പുവെക്കുന്നതാണ് വിഴിഞ്ഞം പദ്ധതിയിലെ ആദ്യ ഇടപെടൽ. എന്നാൽ BOT-യോട് ഇടതുപക്ഷം കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തി. സാമ്രാജ്യത്വം, കുത്തകവൽക്കരണം, സ്വകാര്യവൽക്കരണം തുടങ്ങിയ സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത പല പ്രയോഗങ്ങളും ഇടതുപക്ഷം വാക്കിലും പേജിലുമെല്ലാം അച്ചട്ട് നിരത്തി. കേരളത്തിന്റെ തെരുവുകളെ സമരോത്മുഖമാക്കിയിരുന്ന ആ ഒരു കാലഘട്ടമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ പദ്ധതി നടപ്പിലാക്കാൻ വൈകുകയും ചെയ്തു. പിന്നീട് 1996 കാലഘട്ടത്തിൽ EK നായനാർ മുഖ്യമന്ത്രിയാകുന്നു. ഒപ്പിട്ട പദ്ധതിയിൽ വലിയ പുരോഗതിയൊന്നും ഉണ്ടായില്ല. കാരണം ഇടതുപക്ഷത്തിന്റെ പ്രത്യയശാസ്ത്രപരമായ എതിർപ്പ് തന്നെയാണ് അത്. പിന്നീട് 2001-ൽ AK ആന്റണി മുഖ്യമന്ത്രി പദത്തിൽ എത്തുന്നുണ്ട്. പദ്ധതിക്ക് ആഗോള ടെൻഡർ വിളിക്കാൻ സർക്കാർ തീരുമാനമെടുക്കുന്നു. സൂം എന്നൊരു കമ്പനിയുമായി ടെൻഡർ ലഭിച്ചുവെങ്കിലും ഈ കമ്പനിക്ക് ചൈനയുമായി ബന്ധമുണ്ട് എന്നൊരു കാരണത്താൽ പദ്ധതിക്ക് മിലിറ്ററി ക്ലിയറൻസ് ലഭിക്കാതെ പോവുകയാണ്. പിന്നീട് 2006-ൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി പദത്തിൽ എത്തുന്നു. അന്നത്തെ തുറമുഖ വകുപ്പ് മന്ത്രി M. വിജയകുമാർ ഇതേ സൂം കമ്പനിയുമായി പുതിയ ആഗോള ടെൻഡർ വിളിക്കുകയാണ്. ധാരണാപത്രത്തിൽ ഒപ്പുവെക്കാൻ ശ്രമിച്ചപ്പോഴും പ്രതിരോധ വകുപ്പിൽ നിന്നും ലഭിക്കേണ്ട ക്ലിയറൻസ് ലഭിക്കാതെ പോകുന്നു. AK ആന്റണി ഈ സമയം പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്നു എന്നത് ഓർക്കേണ്ടതുണ്ട്. കമ്പനിക്ക് ചൈനയുമായി ബന്ധമുണ്ടെന്ന മുൻപത്തെ അതേ കാരണം കൊണ്ട് തന്നെ പദ്ധതി വീണ്ടും അവതാളത്തിലാകുന്നു. ഇക്കാലം വരെ പദ്ധതി നടപ്പിലാക്കിയാൽ ഗുണം ആകും എന്നല്ലാതെ ഇതിനായി പലതരത്തിലുള്ള ആലോചനകൾ നടന്നു എന്നുമല്ലാതെ കരാറിൽ ഒപ്പിടാൻ കഴിയുന്നില്ല. ഇത്രയും വർഷം നമുക്ക് നഷ്ടമായി എന്നതാണ് ഇവിടെ നാം വിലയിരുത്തേണ്ടത്. എന്നാൽ പിന്നീട് 2011-ൽ അധികാരത്തിലെത്തിയ ഉമ്മൻചാണ്ടി സർക്കാരാണ് ഇവിഷയത്തിൽ വളരെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇന്ന് കാണുന്ന പദ്ധതിയിലേക്ക് എത്തിച്ചതും ഇതേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നിശ്ചയദാർഢ്യമാണ്. തുറമുഖ വകുപ്പ് മന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തൻ K. ബാബു വീണ്ടും ആഗോള ടെൻഡർ വിളിക്കാൻ ഇവർ തീരുമാനിക്കുന്നു. എന്നാൽ ടെൻഡർ ഏറ്റെടുക്കാൻ ആരും വരാതെ വരികയും തുടർന്ന് അദാനി ഗ്രൂപ്പ് പദ്ധതി ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് അറിയിച്ച് മുന്നോട്ട് വരികയും ചെയ്യുന്നു. 6000 കോടി രൂപയാണ് പദ്ധതി ചിലവെന്ന് വ്യക്തമാക്കപ്പെട്ടതോടെ 2500 കോടിക്ക് തീരുന്ന പദ്ധതി കുത്തകകൾക്ക് തീരെഴുതുന്നുവെന്നും പദ്ധതിയിൽ വൻ അഴിമതി ഉണ്ട് എന്നും ഇന്നത്തെ മുഖ്യമന്ത്രിയായ അന്നത്തെ CPM-ന്റെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ വരെ അന്ന് ആരോപണവുമായി രംഗത്ത് വന്നതും വലിയ പ്രക്ഷോഭങ്ങളും പ്രക്ഷുബ്ധമായ പോർക്കളങ്ങളും കേരളത്തിന്റെ തെരുവുകളിൽ നടന്നത് നമ്മൾ ഇന്ന് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിലെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇന്നും അന്തരീക്ഷത്തിൽ പറന്ന് കളിക്കുന്നുമുണ്ട്. എന്നാൽ എല്ലാവിധ
പ്രതിബന്ധങ്ങളെയും മറികടന്നുകൊണ്ട് അദാനി ഗ്രൂപ്പുമായി 2015 ഓഗസ്റ്റ് 17 ഉമ്മൻചാണ്ടി ഒപ്പുവെക്കുന്നതാണ് ഈ പദ്ധതിയുടെ എക്കാലത്തെയും ഇന്നത്തെയും മികച്ച വഴിത്തിരിവ് എന്നത് പ്രത്യേകം ഓർക്കേണ്ടത് തന്നെയുണ്ട്. ആ ഒപ്പുവെക്കൽ 2015 നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്നും നമ്മൾ ആലോചനയുമായി തന്നെ മുന്നോട്ട് പോകുമായിരുന്നു. എത്ര വർഷമാണ് നമുക്ക് നഷ്ടമായത് എന്ന് നമ്മൾ ഇതോട് ചേർത്ത് പ്രത്യേകം ആലോചിക്കേണ്ടതാണ്. അദാനി ഗ്രൂപ്പുമായി VS സർക്കാരും ചർച്ച നടത്തിയിരുന്നു എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. പക്ഷേ സർക്കാരിന്റെ ചില നിബന്ധനകൾ അദാനി ഗ്രൂപ്പിന് സ്വീകാര്യമായിരുന്നില്ല എന്നതാണ് ആ ചർച്ച അലസിപ്പിരിയാനുണ്ടായിട്ടുള്ള കാരണം എന്നതും നമ്മൾ ഓർക്കണം. പിന്നീട് 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരികയാണ്. വിഴിഞ്ഞം പദ്ധതിയുമായി CPM ഉയർത്തിയ ആരോപണങ്ങൾ അന്വേഷിക്കാൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തന്നെ ജുഡീഷ്യൽ കമ്മീഷനെയും വിജിലൻസിനെയും നിയമിക്കുന്നു. എന്നാൽ വിജിലൻസും ജുഡീഷ്യൽ കമ്മീഷനും CPM ഉന്നയിച്ച ആരോപണത്തിൽ കഴമ്പില്ല എന്ന് ആരോപണം ഉന്നയിച്ച അന്നത്തെ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയായപ്പോൾ ആ മുഖ്യമന്ത്രിക്ക് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു എന്നത് ഇതിൻ്റെ സംഭവബഹുലമായ ചരിത്രത്തിൻ്റെ ഒരു വിരോധാഭാസം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. അദാനിയുമായുള്ള ഉമ്മൻചാണ്ടിയുടെ കരാർ പിണറായി സർക്കാരും അംഗീകരിക്കുന്നു. പിന്നീട് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് കൂടുതൽ സ്ഥലം ഏറ്റെടുക്കുന്നതും ഫണ്ട് അനുവദിക്കുന്നതുമെല്ലാം നടക്കുന്നത്. ഇക്കാലയളവിൽ 3 തുറമുഖ വകുപ്പ് മന്ത്രിമാർ വന്നുപോയി. രാമചന്ദ്രൻ കടന്നപ്പള്ളി, അഹമ്മദ് ദേവർകോവിൽ, VN വാസവൻ എന്നിവർ. അതിൽ VN വാസവൻ ഇപ്പോഴും തുറമുഖ വകുപ്പ് മന്ത്രിയായി തുടരുകയാണ്. K കരുണാകരനിൽ തുടങ്ങിയ സ്വപ്നം ഉമ്മൻചാണ്ടി യാഥാർത്ഥ്യമാക്കുന്നു. പിണറായി വിജയൻ പുതിയ കാലത്തെ അപ്ഡേഷനുകൾക്ക് നേതൃത്വം നൽകുന്നു. എന്നാൽ MV രാഘവൻ സ്വപ്നം കണ്ട സ്വകാര്യവൽക്കരണം എന്ന ആശയത്തിന് തന്നെ സ്വീകാര്യത ലഭിച്ച് പദ്ധതി യാഥാർത്ഥ്യമായപ്പോൾ അന്നതിനെ എതിർത്ത CPM-ഉം ഇന്നത്തെ മുഖ്യമന്ത്രിയുമൊക്കെ ഒന്നാലോചിക്കണം. എത്ര കാലമാണ്, എത്ര വർഷമാണ് ഈ പദ്ധതിയെ എതിർത്തതിലൂടെ നമ്മുടെ കേരളത്തിന് നഷ്ടമായത് എന്ന്. ഈ പദ്ധതിയിൽ ഓർക്കേണ്ട ഒരുപാട് പേരുകളും മന്ത്രിസഭകളും ഉണ്ട്, മന്ത്രിമാരും. അതിൽ ഏറ്റവും പ്രധാനം ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടവും ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയെയുമാണ്.